ശ്രുതി. ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പം ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിവ് പോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നമുക്കറിയാലേ, ഏതൊരു കാര്യത്തിന്റെയും തുടക്കമെന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങൾ ജീവനുള്ള നിന്റെ വചനങ്ങളെ ആചരിക്കുവാൻ കൃപ നൽകണമേ. നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കണമേ. ആമേൻ. അപ്പൊ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പാഠമായ സുവിശേഷങ്ങളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പുതിയ നിയമത്തിലെ ആദ്യ പാഠമായ സുവിശേഷങ്ങൾ. അപ്പൊ ഈ പാഠത്തിനകത്ത് സുവിശേഷങ്ങളെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കാമെന്ന് നോക്കാം. ഈ പാഠത്തിനകത്ത് നിങ്ങൾ ഇന്ന് സുവിശേഷങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന്, എന്താണ് സുവിശേഷങ്ങൾ എന്നും, സുവിശേഷങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം, ഈ സുവിശേഷങ്ങൾ എഴുതുവാൻ ഇടയായ സാഹചര്യം, ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് സുവിശേഷങ്ങളെ എത്രയായി തരംതിരിക്കാം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ് നിങ്ങളുടെ ആദ്യത്തെ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു പാഠമാണ് സുവിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്താണ് സുവിശേഷങ്ങൾ എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളെയാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലേ? അപ്പൊ പുതിയ നിയമത്തിൽ ആദ്യം കാണുന്ന 4 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. അപ്പൊ ഈ 4 പുസ്തകങ്ങളാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. അപ്പം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളായ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, ഈ 4 പുസ്തകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സുവിശേഷം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. സുവിശേഷങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല വാർത്ത. അപ്പൊ നമുക്ക് 4 സുവിശേഷങ്ങളും എന്താണ് തരുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വാർത്തയാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാക്കിന്റെ മൂലം, അതായത് ഈ ഒരു വാക്കിന്റെ ഉത്ഭവം ഗ്രീക്കിലെ ഏവൻഗേലിയോൻ എന്ന പദമാണ്. ഏതാണ്? ഗ്രീക്കിലെ ഏവൻഗേലിയോൻ എന്ന പദം. ഏവൻഗേലിയോൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അതെ, കുർബാന സമയത്ത് നമസ്കാര സമയത്തും അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? ഏവൻഗേലിയോൻ വായിക്കാറുണ്ടല്ലേ? ഈ ഏവൻഗേലിയോൻ വായിക്കുന്നത് എവിടെ നിന്നാ വായിക്കുന്നതെന്ന് അറിയാമോ? അതെ, നമ്മൾ കേൾക്കാറുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ. അപ്പം അച്ഛൻ ഏവൻഗേലിയോൻ വായിക്കുന്നത് ഈ 4 സുവിശേഷങ്ങളിൽ നിന്നാണ്. അപ്പൊ അതാണ് നമ്മളിപ്പോ പറയുന്നത്. ഏവൻഗേലിയോൻ എന്ന വാക്കിൽ നിന്നാണ്, ആ ഗ്രീക്കിൽ നിന്നാണ്, എന്ന പദത്തിൽ നിന്നാണ് സുവിശേഷം എന്ന പദം വന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഗോസ്പൽ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ എന്തെന്നാണ് പറയുന്നത്? ഗോസ്പൽ എന്ന് പറയുന്നു. ഈ ഗോസ്പൽ എന്ന വാക്ക്
ഗുഡ്സ്പെൽ എന്നത് രൂപാന്തരപ്പെട്ട് ഉണ്ടായതാണ്. ഗോസ്പെൽ എന്ന വാക്ക് ഗുഡ്സ്പെൽ എന്ന വാക്കിൽ നിന്നും രൂപാന്തരപ്പെട്ട് ഉണ്ടായതാണ്. നമ്മൾ പറഞ്ഞ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല വാർത്ത. ഈ വാക്കിന്റെ മൂലം ഗ്രീക്കിലെ ഏവൻഗേലിയൻ എന്ന പദത്തിൽ നിന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഗോസ്പെൽ എന്ന് പറയുന്നു. ഗുഡ്സ്പെൽ എന്നത് രൂപാന്തരപ്പെട്ടുണ്ടായതാണ് ഗോസ്പെൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സുവിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു തന്റെ സന്ദേശങ്ങളെ സുവിശേഷങ്ങൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ്? യേശു ക്രിസ്തു തന്റെ സന്ദേശങ്ങളെ സുവിശേഷങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശു ക്രിസ്തു നമുക്ക് തരുന്ന സന്ദേശങ്ങളാണ് ആ 4 സുവിശേഷങ്ങള്. നമ്മുടെ സുവിശേഷം എന്താണെന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് സുവിശേഷങ്ങള് എഴുതാനിടയായ സാഹചര്യം അറിയണ്ടേ? സുവിശേഷങ്ങളിൽ 4 പേര് എഴുതാനിടയായ സാഹചര്യം നമുക്ക് നോക്കിയാലോ? അത് നമുക്ക് നോക്കാം. പെന്തിക്കോസ്തിക്ക് ശേഷം നിലവിൽ വന്ന ആദിമ ക്രൈസ്തവ സഭയില് ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ പ്രവർത്തനം, ക്രിസ്തുവിന്റെ പീഡാനുഭവം, ഉയർപ്പ് എന്നിവയെ കുറിച്ചുള്ള ഓർമ്മയെന്ന് പറഞ്ഞ വളരെ സജീവമായിരുന്നു. എന്തൊക്കെയായിരുന്നു? യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങള്, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നിവയെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? വളരെ സജീവമായിരുന്നു. അപ്പോൾ എന്താണ്? എന്നാല് യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടവര്, യേശുക്രിസ്തുവിനെ അടുത്തറിഞ്ഞവര്, യേശുക്രിസ്തുവിന്റെ ജീവിതം പഠിച്ചവര്, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം കണ്ടവര്, പ്രവർത്തനങ്ങൾ കണ്ടവര്, ഇവരുടെ എല്ലാം കാലം കഴിയാറായപ്പോൾ അവരെന്ത് ചെയ്തു? ഇതെല്ലാം എഴുതി സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. യേശുക്രിസ്തുവിനെ അടുത്തറിഞ്ഞവരുടെയും കണ്ടവരുടെയും കാലം കഴിയാറായപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് എഴുതി സൂക്ഷിക്കാനായിട്ട് പലരും ശ്രമിച്ചു. വിശുദ്ധ ലൂക്കോസ് തന്റെ രചന ആരംഭിക്കുന്നത് ഈ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് ലൂക്കോസ് തന്റെ രചന ആരംഭിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ ലൂക്കോസിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകും. അതിങ്ങനെയാണ് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കണ്ടവരുടെ അടുത്തവരുടെ കാലം കഴിയാപ്പോൾ എഴുതി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആർക്കും സംബോധന ചെയ്താണ്, തെയോഫിലോസിനെ സംബോധന ചെയ്തുകൊണ്ടാണ് ലൂക്കോസ് രചന ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ അവര് യേശുക്രിസ്തുവിനെ കണ്ടവരും അടുത്തറിഞ്ഞവരുടെ കാലം കഴിയാറായപ്പോൾ അവർ എഴുതി സൂക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അനേകം കാര്യങ്ങൾ, അനേകം സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടുവെങ്കിലും കാലക്രമേണ ആരുടെ പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ എന്നറിയപ്പെട്ടത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, ഇവരെഴുതിയ സുവിശേഷങ്ങൾ മാത്രമാണ് കാലക്രമേണ നമ്മൾ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങിയത്. സുവിശേഷങ്ങൾ എത്രയെണ്ണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? സുവിശേഷങ്ങൾ എത്രയെണ്ണം? 4 സുവിശേഷങ്ങൾ ഉണ്ട്. ഈ സുവിശേഷങ്ങള് 4 എന്ന ആശയത്തിന് AD 100 മുതൽ തന്നെ അംഗീകാരം ലഭിച്ചിരുന്നു. സുവിശേഷങ്ങള് എത്രയെണ്ണം? 4 എന്ന ആശയത്തിന് AD 100 മുതൽ തന്നെ എന്താണ്? അംഗീകാരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തില് ഇന്നും ഈ 4 സുവിശേഷങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തില് ഈ 4 സുവിശേഷങ്ങൾ മാത്രമാണ്, സുവിശേഷങ്ങളിൽ ഈ 4 സുവിശേഷങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 4 സുവിശേഷങ്ങളിലും, അത് ഇവ ഒന്നിലും തന്നെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ജീവചരിത്രമില്ല. യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ജീവചരിത്രം ഇല്ല. പിന്നെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ വിവരണങ്ങളോ ഇല്ല. പരസ്യ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ വിവരങ്ങളോ പൂർണ്ണ ജീവചരിത്രമോ ഈ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയില്ല. പക്ഷേ എന്നാല് ആ 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകും. പൂർണ്ണ ജീവചരിത്രം മൊത്തം ഇല്ലെങ്കിലും നമ്മൾ ആ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അവയുടെ സമഗ്രതയിൽ ആ ഒരു സുവിശേഷങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം നല്ല സുവ്യക്തമായിട്ട് ചിത്രീകരിക്കുവാൻ ആ സുവിശേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ജീവചരിത്രമില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം നല്ല രീതിയിൽ അതിൽ വ്യക്തമാക്കുവാൻ ഈ 4 സുവിശേഷകർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 സുവിശേഷകരും ഓരോരുത്തരും യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ
ഓരോ അംശത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുതിയത്. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന് ഓരോ അംശത്തിനും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ ആ സുവിശേഷം എഴുതിയത്. അതിന് തെളിവായ സംഭവങ്ങളും വാക്കുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തെളിവായിട്ടുള്ള സംഭവങ്ങളും എല്ലാ വാക്കുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ 4 സുവിശേഷങ്ങളാണ് കാലക്രമേണ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. ഈ 4 ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 4 പൂർണ്ണ ജീവചരിത്രം തരുന്നില്ലെങ്കിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ ജീവചരിത്രം ഇല്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ എന്താണ് വ്യക്തിത്വം സുവ്യക്തമായിട്ട് അതിൽ ചിത്രീകരിക്കുകയും അതിന് തെളിവായ സംഭവങ്ങളും വാക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? സുവിശേഷങ്ങൾ എന്താണെന്നും അതിന്റെ വാക്കിന്റെ അർത്ഥവും അത് എഴുതാൻ ഇടയ സാഹചര്യവുമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. സുവിശേഷം എന്ന് വെച്ചാൽ എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളായ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. ഈ 4 പുസ്തകങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത. ഇത് എഴുതാനിടയ സാഹചര്യം എന്താണ്? യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടവരുടെയും അടുത്തറിഞ്ഞവരുടെയൊക്കെ കാലം കഴിയാറായപ്പോൾ അവർ എന്ത് ചെയ്തു? ഇത് എഴുതി സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അനേക സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടുവരും വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിന്റെയും വിശുദ്ധ ലൂക്കോസിന്റെയും വിശുദ്ധ യോഹന്നാന്റെയും പുസ്തകങ്ങൾ മാത്രമാണ് കാലക്രമേണ സുവിശേഷങ്ങളായി അറിയപ്പെടുകയും അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും. ഇവ ഒന്നും തന്നെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ജീവചരിത്രമാണോ? അല്ല. എന്നാലും നമ്മൾ 4 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വവും യേശുക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. അതിനാൽ തെളിവായ സംഭവങ്ങളും വാക്കുകളും എല്ലാം അതിൽ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് സുവിശേഷങ്ങളെ എത്രയായി തരംതിരിക്കാം എന്നാണ് പഠിക്കുന്നത്. സുവിശേഷങ്ങളെ നമുക്ക് എത്രയായി തരംതിരിക്കാം? സുവിശേഷങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പം സുവിശേഷങ്ങൾ നമ്മൾ 2ആയി തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് സമാന സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ. അപ്പൊ നമുക്ക് സമാന സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. സമാന സുവിശേഷങ്ങൾ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന സുവിശേഷങ്ങളാണ് സമാന സുവിശേഷങ്ങൾ എന്ന്. അപ്പൊ നമുക്ക് ഒരുപോലെ ഇരിക്കുന്ന സുവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 3 പുസ്തകങ്ങളെയാണ് സമാന സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 3 സുവിശേഷങ്ങളെയാണ് സമാന സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയായിരുന്നു ആദ്യത്തെ 3 പുസ്തകങ്ങള്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്. അപ്പം ഈ 3 പുസ്തകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സമാന സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ 3 സുവിശേഷങ്ങളുടെ ഉള്ളടക്കത്തിലും സംഭവങ്ങളെ വിവരിക്കുന്ന രീതിയിലും ഒരു വിധത്തിലും ക്രമത്തിലും കാണുന്ന ഒരു സാമ്യമാണ് ഇതുങ്ങൾ തമ്മിൽ ഒരുപോലെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഈ വേദശാസ്ത്രജ്ഞന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. അതായത് ഈ 3 സുവിശേഷത്തിന്റെ ഉള്ളടക്കത്തിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും ഒരുപോലെ ഇരിക്കുന്നത് ഈ വേദശാസ്ത്രജ്ഞന്മാരെ എന്താണ് പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ആ ഒരു ബന്ധത്തെ ഒരു 3 ഒരുപോലെ ഇരിക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിനായിട്ട് എങ്ങനെ എന്ത് ചെയ്തെന്നറിയാവോ? എന്നാൽ ഈ 3 സുവിശേഷങ്ങൾ തമ്മിൽ ഇവര് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് വായിച്ചപ്പം ഈ 3 സുവിശേഷങ്ങൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ഇവ തമ്മിൽ അന്തരങ്ങളുണ്ടെന്ന് മനസ്സിലായി. എന്ന് വെച്ചാല് ഈ 3 സുവിശേഷങ്ങൾ തമ്മിൽ വായിക്കുമ്പോൾ ആ 3 സുവിശേഷങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവര് കണ്ടു. അപ്പൊ ഈ 3 സുവിശേഷങ്ങളുടെ സാമ്യഭേദങ്ങളുടെ കാരണം എന്താണെന്ന് പുതിയ നിയമ പണ്ഡിതന്മാരുടെ ഇടയിൽ ചെറിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. എന്താണ്? ഈ 3 പുസ്തകങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 പുസ്തകങ്ങൾ തമ്മിൽ എന്തായി? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ 3 പുസ്തകങ്ങളുടെയും സാമ്യഭേദങ്ങളുടെ കാരണം എന്താണെന്ന് പുതിയ നിയമ പണ്ഡിതന്മാരുടെ ഇടയിൽ എന്തായി? ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. അങ്ങനെ ചർച്ചാ വിഷയമായി മാറിയതിന് പറയുന്ന പേരാണ് സമാന്തര പ്രശ്നം. അങ്ങനെ ചർച്ചാ വിഷയമായിട്ട് മാറിയതിന് എന്ത് പറയുന്നു? സമാന്തര പ്രശ്നം. എന്താണ് സമാന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഗ്രന്ഥത്തിലെ
ആദ്യത്തെ 3 പുസ്തകങ്ങളെ സമാന സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. സമാന സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. 3 സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴും ആ കാര്യമായ വ്യത്യാസങ്ങൾ എന്താണ് എന്നത് നമ്മുടെ പുതിയ നിയമ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. അപ്പൊ അവരത് എന്തെന്ന് പേര് വിളിച്ചതിന് സമാന്തര പ്രശ്നം എന്ന് പേര് വിളിച്ചു. അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് കണ്ടാലോ ഇനിയും. അപ്പൊ നമുക്ക് ആ വ്യത്യാസം എന്താന്ന് കാണാം. അതിനു മുമ്പ് ഈ സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് ആരുടേതായിരിക്കും? ഈ സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് വിശുദ്ധ മർക്കോസിന്റേതാണ്. സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് ആരുടേതാണ്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. അപ്പൊ ഈ വിശുദ്ധ മർക്കോസിന് എങ്ങനെയായിരിക്കും ഈ സുവിശേഷങ്ങൾ രചിക്കുവാൻ ഇടയായത്? നമുക്കത് നോക്കിയാലോ. വിശുദ്ധ പത്രോസ്ലീഹ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് വിശുദ്ധ പത്രോസ്? കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലെ ഒന്നാമത്തെ പാത്രിയർക്കീസ് ബാവയായിരുന്നു വിശുദ്ധ പത്രോസ്. സഭയുടെ അധികാരം ആരെയാണ് പരമേൽപ്പിച്ചത്? വിശുദ്ധ പത്രോസിനെയാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധ പത്രോസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉറ്റ അനുയായിയായിട്ട് കൂടെ നിന്നിരുന്ന ആളായിരുന്നു വിശുദ്ധ മർക്കോസ്. വിശുദ്ധ മർക്കോസ് ആരായിരുന്നു? വിശുദ്ധ പത്രോസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉറ്റ അനുയായിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മർക്കോസ്. വിശുദ്ധ പത്രോസിന്റെ പ്രസംഗങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് വിവർത്തനം ചെയ്തു കൊടുത്തതും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തതും ആരായിരുന്നു? വിശുദ്ധ മർക്കോസ് ആയിരുന്നു. അപ്പോൾ വിശുദ്ധ മർക്കോസ് വിശുദ്ധ പത്രോസിൽ നിന്ന് കിട്ടിയ അറിവുകളെ ആധാരമാക്കിയാണ് വിശുദ്ധ സുവിശേഷം എഴുതിയത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയത് വിശുദ്ധ പത്രോസിൽ നിന്ന് കിട്ടിയ അറിവുകളും പത്രോസ് കേട്ട പ്രസംഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകള്, അങ്ങനെയെല്ലാം വിശുദ്ധ പത്രോസിന്റെ അറിവുകളെ ആധാരമാക്കിയാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയത്. അങ്ങനെ വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയെന്ന് സഭാപിതാവായ പാപ്പിയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയത് പത്രോസിന്റെ അറിവുകളെ ആധാരമാക്കിയാണെന്ന് പാപ്പിയസ് എന്നൊരു സഭാപിതാവാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും തങ്ങളുടെ സുവിശേഷ രചനകളില് മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചു. അപ്പൊ മർക്കോസ് എവിടെ നിന്ന് കിട്ടി? വിശുദ്ധ പത്രോസിന്റെ അറിവുകൾ ആധാരമാക്കിയെന്ന് പാപ്പീസ് എന്ന സഭാപിതാവ് പറഞ്ഞു. അതുപോലെ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും എന്ത് ചെയ്തു? തങ്ങളുടെ സുവിശേഷങ്ങളിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചു. അപ്പൊ ഈ മർക്കോസിന്റെ രചനയെയാണ് കാലക്രമേണ അവർ പിന്തുടർന്ന് അത് എഴുതിയത്. പക്ഷെ എന്നാല് ഈ മർക്കോസിന്റെ രചനയുടെ 90% മാത്രമേ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും രേഖപ്പെടുത്തിയുള്ളൂ. എത്ര ശതമാനമാണ്? 90% മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. വിശുദ്ധ മർക്കോസിൽ ഇല്ലാത്ത 200ഓളം വാക്യങ്ങള് വിശുദ്ധ മത്തായിലും വിശുദ്ധ ലൂക്കോസിലും ഉണ്ട്. അവർ 90% മാത്രമേ മർക്കോസിന്റെ രചനയെ ആശ്രയിച്ചുള്ളൂ. ബാക്കി 200ഓളം വാക്യങ്ങള് മത്തായിലും ലൂക്കോസിലും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും മർക്കോസിന്റെ രചനയെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചോ? വിശുദ്ധ മർക്കോസിന്റെ രചനയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചില്ല. പിന്നെയോ അവര് മറ്റൊരു രേഖ കൂടി ആശ്രയിക്കാമെന്നാണ് നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാർ വേദ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് വിശുദ്ധ മർക്കോസിന്റെ രചനയെ മത്തായിയും ലൂക്കോസും പൂർണ്ണമായിട്ട് ആശ്രയിച്ചില്ല. പിന്നെ അവര് മറ്റൊരു രേഖ കൂടി ആശ്രയിച്ചിരിക്കാമെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ വേദപണ്ഡിതന്മാര് അതിനെ ക്യൂ എന്നൊരു പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ് കേട്ടോ. ആ ക്യൂ എന്നൊരു പദം കൊണ്ടാണ് അവർ സൂചിപ്പിക്കുന്നത്. ഈ ക്യൂ എന്നത് ഒരു ജർമ്മൻ പദമാണ്. ക്യൂ എന്നത് എന്താണ്? ഒരു ജർമ്മൻ പദമായ ക്യൂൽ എന്നൊരു വാക്കിൽ നിന്ന് എടുത്തതാണ് ക്യൂ എന്നത്. എന്ന് വെച്ചാൽ ഒരു സ്രോതസ് എന്നാണ് അർത്ഥം. അതായത് വിശുദ്ധ മർക്കോസിന്റെ രചനയെ മത്തായി ലൂക്കോസും പൂർണ്ണമായിട്ട് ആശ്രയിച്ചില്ല. അവർ മറ്റൊരു സ്രോതസ് അതിനെ കണ്ടെത്തി. അതിന് വേദപണ്ഡിതന്മാർ ക്യൂ എന്ന് സൂചിപ്പിക്കുന്നു. ക്യൂ എന്താണ്? ക്യൂൽ എന്നൊരു ജർമ്മൻ പദമാണ് ക്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഈ രേഖ ഇന്ന് ലഭ്യമല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് സമാന സുവിശേഷങ്ങളാണ്. സമാന സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്. ഇവരുടെ 3 സുവിശേഷങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞാലും
ഇവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാമ്യഭേദങ്ങളുടെ കാരണം എന്തെന്ന് പുതിയ നിയമ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി. അതിനൊരു സമാന്തര പ്രശ്നങ്ങൾ എന്ന് പേര് വന്നു. എന്താണ് സാമ്യഭേദങ്ങളുടെ കാരണം? വിശുദ്ധ മർക്കോസ് ആണ് ആദ്യം സുവിശേഷം എഴുതിയത്. മർക്കോസ് വിശുദ്ധ പത്രോസിന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടും പത്രോസിന്റെ അറിവുകളെയൊക്കെ ആധാരമാക്കിയുമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയത്. അപ്പൊ ഈ മർക്കോസിന്റെ രചനയെ വിശുദ്ധ മത്തായിയും ലൂക്കോസും 90% മാത്രം ആശ്രയിച്ചെഴുതി. മർക്കോസിലില്ലാത്ത 200ഓളം വാക്യങ്ങൾ ആർക്കുണ്ട്? വിശുദ്ധ മത്തായിലും വിശുദ്ധ ലൂക്കോസിലും ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? മർക്കോസിന്റെ രചനയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാതെ അവര് വേറൊരു സ്രോതസ്സിൽ അവർ ആശ്രയിച്ചു. അതിന് നമ്മുടെ വേദപണ്ഡിതന്മാർ എന്ത് ചെയ്തു? ക്യൂ എന്ന് സൂചിപ്പിച്ചു. ക്യൂ എന്ന് പറഞ്ഞാൽ ജർമ്മൻ പദമായ ക്യൂലിൽ നിന്നാണ് ക്യൂ എന്നൊരു പദം ഉണ്ടായത്. ആ രേഖ ഇന്ന് ലഭ്യം അല്ല. നമ്മൾ സമാന സുവിശേഷങ്ങളെ കുറിച്ച് പഠിച്ചില്ല അല്ലെ? ഈ സമാന സുവിശേഷങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്ത പാഠത്തിൽ പഠിക്കും. ഇനി നമ്മൾ പറഞ്ഞു സുവിശേഷങ്ങളെ എത്രയായി തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ സമാന സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോവാണ്. സമാന സുവിശേഷങ്ങൾ ആദ്യത്തെ 3 ആണെന്ന് പറഞ്ഞു. ഇനി ബാക്കി എന്തോരം ഉള്ളൂ? ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഇനി രണ്ടാമത്തെ പാർട്ട് ഏതേ വരുവുള്ളൂ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ രണ്ടാമത്തെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് അവസാനം എഴുതപ്പെട്ടത്. അവസാനം എഴുതപ്പെട്ട സുവിശേഷം ഏതാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ആദ്യം എഴുതിയത് ആരുടെയായിരുന്നു? വിശുദ്ധ മർക്കോസിന്റേത്. അവസാനം എഴുതിയത് വിശുദ്ധ യോഹന്നാന്. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും ആശയത്തിലും അവതരണത്തിലും ഉള്ളടക്കത്തിലുമെല്ലാം ഇത് വളരെയേറെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വളരെയേറെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് അവസാനം രചിക്കപ്പെട്ടത്. ഇത് സമാന സുവിശേഷങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യാസപ്പെട്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ക്രിസ്തു യേശുവിൽ നടന്ന രക്ഷണ്യ പ്രവർത്തനങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? യേശുക്രിസ്തുവിൽ നടന്നിരിക്കുന്ന രക്ഷണ്യ പ്രവർത്തനങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ് വിശുദ്ധ യോഹന്നാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്തെന്നും വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാന്റെ ലക്ഷ്യം. വിശുദ്ധ യോഹന്നാന്റെ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്നും വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാന്റെ ലക്ഷ്യം. നമ്മുടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ജീവന്റെ സുവിശേഷം എന്നും പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ജീവന്റെ സുവിശേഷം എന്നും പറയുന്നുണ്ട്. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് പ്രധാനമായും ജീവനെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായി എന്താണ്? ജീവനെ കുറിച്ചാണ് പറയുന്നുണ്ട്. ഞാനാകുന്നു ജീവന്റെ അപ്പം. വിശുദ്ധ യോഹന്നാൻ 6:48 പറയുന്നുണ്ട്, ഞാനാകുന്നു ജീവന്റെ അപ്പം. അപ്പൊ ജീവനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിലും യേശുവിന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. മറ്റു 3 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് വചനം തുടക്കത്തില് നമുക്ക് കാണാല്ലേ? യോഹന്നാന്റെ സുവിശേഷം എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദിയില് വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത്. അതായത് ഇതിൽ വചനമായ യേശുക്രിസ്തുവിനെയാണ് യോഹന്നാൻ ഇതിൽ വെളിപ്പെടുത്തുന്നത്. എന്താണ്? വചനമായ യേശുക്രിസ്തുവിനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? വചനമായ ദൈവത്തെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, സമാന സുവിശേഷങ്ങളിൽ കൂടുതലും എന്താണ്? യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങള്, അത്ഭുത പ്രവൃത്തികള്, അടയാളങ്ങള്, ഇവയൊക്കെയാണ് സമാന സുവിശേഷങ്ങളിൽ കാണുന്നത്. പിന്നെ ഉപമകളുമാണ് സമാന സുവിശേഷങ്ങളിൽ കാണുന്നത്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടുതലും പ്രതീകാത്മകമായ ശൈലികളാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞ ഞാനാകുന്നു ജീവന്റെ അപ്പം, ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രബോധനങ്ങളാണ് നൽകുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു പ്രബോധനപരമായ സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. പിന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ആരെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലും പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നും അറിയപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് കൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നുമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ 10ാമത്തെ ചാപ്റ്ററിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സമാന സുവിശേഷങ്ങളും നിന്ന് എങ്ങനെയൊക്കെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങൾ വേറിട്ട് നിൽക്കുന്നത് കുറെ പോയിന്റുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെറിയ ചെറിയ പോയിന്റുകളാണ് ഇപ്പൊ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? അവസാനമാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയപ്പെട്ടത്. മറ്റു 3 സുവിശേഷങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൽ ഉള്ളടക്കത്തിലും അവതരണ ശൈലിയിലും ആശയത്തിലും എല്ലാം വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്ന് യോഹന്നാൻ പറയുന്നത്. പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ജീവന്റെ സുവിശേഷമാണ്. വചനത്തെ കുറിച്ചാണ് പറയുന്നത്. വചനമായ ദൈവത്തെ കുറിച്ചാണ് കൂടുതലും യോഹന്നാൻ പറയുന്നത്. പിന്നെ എന്താണ്? മറ്റു 3 സുവിശേഷങ്ങളിലും എന്താണ് പറയുന്നത്? പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഉപമകളൊക്കെയാണ് പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ്? ഉപമകളൊന്നുമില്ല. കൂടുതൽ പ്രബോധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് കൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സുവിശേഷങ്ങൾ എന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു? സുവിശേഷങ്ങൾ എന്താണെന്ന് പഠിച്ചല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളായ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, ഈ ഇത്രയും പുസ്തകങ്ങളെയാണ്, ഈ 4 പുസ്തകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല വാർത്ത. സുവിശേഷം എഴുതാൻ ഇടയ സാഹചര്യം എന്താണ്? യേശുക്രിസ്തുവിനെ കണ്ടവരും അടുത്തറിഞ്ഞവരുടെയൊക്കെ കാലം കഴിയാറായപ്പോൾ ഇതൊക്കെ എഴുതി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അനേകം സുവിശേഷങ്ങൾ എഴുതപ്പെട്ടുവെങ്കിലും വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിന്റെയും വിശുദ്ധ ലൂക്കോസിന്റെയും വിശുദ്ധ യോഹന്നാന്റെയും പുസ്തകങ്ങൾ മാത്രമാണ് കാലക്രമേണ സുവിശേഷങ്ങളായി അറിയപ്പെട്ടതും ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയതും. യേശുവിന്റെ പൂർണ്ണ ജീവചരിത്രം ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും നമുക്ക് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ സുവ്യക്തമായിട്ട് അതിൽ വ്യക്തമാക്കി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ തെളിവുകളും വാക്കുകളും എല്ലാം നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവസാനമായി പഠിച്ചത് എന്താണ്? സുവിശേഷങ്ങൾ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. സമാന സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങൾ എന്നും. സമാന സുവിശേഷങ്ങൾ നമ്മൾ എന്തൊക്കെ കണ്ടു? ആ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 3 പുസ്തകങ്ങളായ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെയാണ് സമാന സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളടക്കത്തിലും ആശയത്തിലും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും വേദപണ്ഡിതന്മാർ അതിന്റെ ബന്ധത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം കാണാൻ തുടങ്ങി. അത് അവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. അത് സമാന്തര പ്രശ്നമെന്ന് അറിയപ്പെട്ടു. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് അവര് കണ്ടുപിടിച്ച് വന്നപ്പോൾ മർക്കോസ് ആണ് ആദ്യം സുവിശേഷം എഴുതിയത്. മർക്കോസ് എങ്ങനെ എഴുതി? വിശുദ്ധ പത്രോസിൽ നിന്ന് കിട്ടിയ അറിവുകളെ ആധാരമാക്കി മർക്കോസ് എഴുതി. മർക്കോസിന്റെ രചനയുടെ 90% ആരാശ്രയിച്ചു? വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്കോസും ആശ്രയിച്ചു. 200ഓളം വാക്യങ്ങൾ അവർ വേറെ ഒരു സ്രോതസ്സിൽ നിന്നും കണ്ടെത്തി എഴുതി. അതിനെ വേദപണ്ഡിതന്മാർ എന്ത് സൂചിപ്പിക്കുന്നു? ക്യൂ എന്ന് സൂചിപ്പിക്കുന്നു. ക്യൂ എന്താണ്? ക്യൂൽ എന്നൊരു ജർമ്മൻ പദമാണ് ക്യൂ ആയിട്ട് അവര് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ക്യൂ എന്നൊരു രേഖ ഇന്ന് നിലവിലുണ്ടോ? ഇന്ന് നിലവിൽ അത് ലഭ്യമല്ല. പിന്നെ നമ്മൾ പഠിച്ചത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാനാണ് അവസാനം സുവിശേഷം എഴുതിയത്. അത് മറ്റു 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തതകളുണ്ട്. ആശയത്തിലും ഉള്ളടക്കത്തിലും എല്ലാം വ്യത്യസ്തമുണ്ട്. അതിൽ കൂടുതൽ യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവർത്തനങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനം നൽകുകയാണ് യോഹന്നാൻ ചെയ്യുന്നത്. യോഹന്നാൻ പറയുന്നത് ക്രിസ്തു ആരാന്നും ക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്നൊക്കെ വെളിപ്പെടുത്തി. പിന്നെ ജീവന്റെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. പിന്നെന്താണ് പറയുന്നത്? പ്രബോധനമാണ് കൂടുതൽ നൽകുന്നത്. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നും യോഹന്നാന്റെ സുവിശേഷം അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ് പറയുന്നത്? ജീവനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. പിന്നെന്താണ്? വചനമായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാൻ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പൊ എല്ലാത്തിനും കൂടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാല് യേശുവിനെ സംബന്ധിച്ച് അപ്പോസ്തലന്മാരുടെയും മറ്റ് ദൃക്സാക്ഷികളുടെയും അനുഭവത്തിൽ നിന്ന് ആദിമ സഭാ സമൂഹങ്ങളില് വളർന്നു വന്ന പാരമ്പര്യങ്ങൾക്ക് നമ്മുടെ സുവിശേഷകര് ആരൊക്കെയാ? വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും വിശുദ്ധ യോഹന്നാനും അവരുടേതായ കാഴ്ചപ്പാടിലും ദൈവശാസ്ത്ര വീക്ഷണത്തിലും രൂപം കൊടുത്തെഴുതിയ ഗ്രന്ഥങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. എന്താണ്? യേശുവിനെ കണ്ടവരുടെ അടുത്തറിഞ്ഞവരുടെ കാലം കഴിയാറായപ്പോൾ സുവിശേഷകർ എന്ത് ചെയ്തു? അത് അവരുടേതായ കാഴ്ചപ്പാടിലും, അവരുടെ കാഴ്ചപ്പാട് മാത്രമാണോ, ദൈവശാസ്ത്ര വീക്ഷണത്തിന് അവര് തന്നെ രൂപം കൊടുത്തെഴുതിയ ഗ്രന്ഥങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ, പുതിയ നിയമത്തിലെ ആദ്യത്തെ പാഠമായ സുവിശേഷങ്ങളിൽ പഠിക്കുവാനുള്ളത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകൾ മനസ്സിലായില്ലേ? സുവിശേഷങ്ങളെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ നമ്മൾ സുവിശേഷങ്ങൾ എന്താണെന്ന് പഠിച്ചു, അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തുടക്കം എന്തായിരുന്നു? പ്രാർത്ഥനയിലൂടെയായിരുന്നു തുടക്കം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിനോട് നന്ദി പറഞ്ഞ് ഈ ക്ലാസ്സുകളെല്ലാം എനിക്ക് മനസ്സിലാകണമെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതായ എല്ലാ കാര്യങ്ങളും ജീവവചനങ്ങളും മറന്നു പോകാതിരിക്കാനും അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയായി തീരണമേ. ആമേൻ.